കേരളം കുറച്ചു കാലം കഴിയുമ്പോൾ ഒരു ആഫ്രിക്കൻ കൺട്രി അല്ലെങ്കിൽ ബംഗാൾ പോലെയൊക്കെ ആവാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. കേരളം മാത്രമല്ല, ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും. അതുപോലെ മെയിൻ കാരണം ഇപ്പോൾ കേരളത്തിലെ കാര്യം മാത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം റീസെൻ്റ്ലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആൾക്കാരുടെ എണ്ണം കുറഞ്ഞു വരുവാണ്. പൈസയുള്ളവർ വീണ്ടും വീണ്ടും പൈസ ഉണ്ടാക്കും. പൈസ ഇല്ലാത്ത ആളുകൾ വീണ്ടും വീണ്ടും ദരിദ്രത്തിലേക്ക് പോകും. അപ്പം ഈ പൈസയുള്ളവർക്ക് അവിടെ നാട് നല്ലതാണ്. പക്ഷേ ഈ മിഡിൽ ക്ലാസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട്. ആ കാറ്റഗറി കൂടുതലും GCC കൺട്രികളിലേക്കും അതുപോലെ തന്നെ കുറച്ചും കൂടെ പൈസയുള്ള ആൾക്കാർ UK, അമേരിക്ക, ഓസ്ട്രേലിയ ഉള്ള രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യും. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഒരു സേഫ്റ്റി നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഇല്ല. ഡെവലപ്മെന്റ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ നാട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഏത് ബിസിനസ് ചെയ്താലാണ് നല്ല രീതിയിൽ സക്സസ്ഫുൾ ആകാൻ പറ്റുന്നത്. അപ്പോൾ പല കാര്യങ്ങൾക്കും നാട്ടിൽ ലിമിറ്റേഷൻസ് ഉണ്ട്. നാട്ടിൽ നമ്മളൊരു ബിസിനസ് ചെയ്യാൻ വേണ്ടി ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ 100 തലവേദനകളുണ്ട്. അത് നമ്മൾ നാടിനെ കുറ്റം പറയുന്നതല്ല, പക്ഷേ നാട്ടിലെ റിയൽ ആയിട്ടുള്ള അവസ്ഥ ഇതാണ്. അപ്പോൾ ഒരു പഠിത്തം കഴിഞ്ഞ് ഒരു നല്ല എഡ്യൂക്കേഷൻ കിട്ടിയൊരു ഒരു പയ്യൻ നാട്ടിൽ ഒരു ജോലി കിട്ടാതിരുന്നു കഴിഞ്ഞാൽ അവന് വേറെ ഓപ്ഷൻ ഇല്ല. അപ്പോൾ അവൻ്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഇങ്ങോട്ടെങ്കിലും പോകുക എന്നുള്ളതാണ്. അങ്ങനെ നാട്ടിൽ നോക്കി കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു 10 വർഷത്തെ നമ്മൾ കണക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഒരു 20-നും 30-നും വയസ്സിനിടയ്ക്കുള്ള ഒരുപാട് പേര് നാട്ടിൽ നിന്ന് ഓൾറെഡി പോയി കഴിഞ്ഞു. അത് GCCയിലേക്ക് എത്തിയിട്ടുണ്ട്, അതുപോലെ യൂറോപ്യൻ കൺട്രികളിലേക്ക് പോയിട്ടുണ്ട്, അതുപോലെ നോർത്ത് അമേരിക്കൻ കൺട്രികളിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഇങ്ങനെ പോകുന്നതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് ഫ്യൂച്ചർ ഉണ്ട് ആ രാജ്യങ്ങളിൽ. നമ്മുടെ നാട്ടിൽ നിന്നാൽ എന്ത് ഓപ്പർച്യൂണിറ്റിയാണ് ഉള്ളത്? പഠിക്കുന്നത് തന്നെ ഗവൺമെൻറ് ജോലിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഗവൺമെൻറ് ജോലി മാത്രമാണ് നാട്ടിലുള്ള ഒരേ ഒരു യോഗ്യത എന്ന് പറയുന്നത്. നാട്ടിൽ എന്തെങ്കിലും ഒരു വരുമാനത്തിന് ഈ ഒരു രീതിയിൽ ഗവൺമെൻറ് ജോലി കയറിയാൽ മാത്രമേ നാട്ടിൽ നിൽക്കാൻ പറ്റൂ. അപ്പോൾ ഈ പറയുന്ന ഗവൺമെൻറ് ജോലിക്കാണെങ്കിൽ ഒരുപാട് സംവരണങ്ങളുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ എല്ലാവർക്കും അത് പോസിബിളും അല്ല. അപ്പോൾ അതുകൊണ്ട് മോസ്റ്റ്ലി ഇപ്പോൾ ഇനി ഒരു 10 വർഷം കഴിയുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നാട്ടിൽ കുറേ പ്രായമുള്ള ആളുകളും ഇപ്പം നമ്മൾ നാട്ടിൽ കൂടെ പോയ കുറേ പട്ടികൾ റോട്ടിലുണ്ടാവും. അതുപോലെ തന്നെ ഇപ്പം പുറത്തേക്ക് പോകാൻ കപ്പാസിറ്റി ഇല്ലാത്ത ദാരിദ്ര്യം നിറഞ്ഞു നിൽക്കുന്ന ഒരുപാട് വീടുകൾ നാട്ടിൽ കാണാൻ സാധിക്കും. മിഡിൽ ക്ലാസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി നാട്ടിൽ ഇല്ലാതെയാവും. അതെന്തുകൊണ്ടാണ് ഞാനിപ്പോൾ പറഞ്ഞ ഇത്രയും കാരണങ്ങളുണ്ടാണ്. അപ്പോൾ അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നവർ പുറത്തേക്ക് പോകും. പാവങ്ങൾ എന്ത് ചെയ്യും? പാവങ്ങൾക്ക് നാട്ടിൽ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് അവർ ജീവിക്കാൻ ട്രൈ ചെയ്യും. അങ്ങനെയുള്ളാവുമ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നത് പറഞ്ഞാൽ ഡ്രഗ്സ് അതുപോലെയുള്ള ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നമ്മുടെ സമൂഹം തിരിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഇപ്പോൾ ഗവൺമെൻറ് ആണെങ്കിലും അതിനെ എങ്ങനെ മാറ്റാം. നാട്ടിൽ പുതിയ പുതിയ കമ്പനികളാണെങ്കിലും പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസിനാണെങ്കിലും ഗവൺമെൻറ് ട്രൈ ചെയ്താൽ മാത്രമേ അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉള്ളൂ. അതുപോലെ തന്നെ ഇപ്പോൾ റോഡ് സിസ്റ്റം എടുത്ത് നോക്കിയാലും ഒരു 10 മിനിറ്റ് കൊണ്ട് നമ്മൾ എത്തേണ്ട സ്ഥലത്ത് 1.5 മണിക്കൂർ എടുക്കും എത്താൻ. അതാ ഞാൻ പറഞ്ഞത്. നമ്മളിപ്പം നാട്ടിലെ ഇപ്പോൾ ദുബായ് എന്നൊരു ഇവിടുത്തെ ഏറ്റവും വലിയൊരു എന്താ പറയുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റൂൾ എന്താണെന്ന് പറഞ്ഞാൽ, ഒരു സ്ഥലം ഇപ്പോൾ ടൗൺ പ്ലാൻ ചെയ്യുകയാണ്, ഇപ്പോൾ ഒരു ലൊക്കേഷൻ ഡെവലപ്പ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം ആ ലൊക്കേഷനിലേക്കുള്ള റോഡ്സ് പ്രോപ്പറായിട്ട് ഉണ്ടാക്കും. അപ്പോൾ ആ റോഡ്സ് ഉണ്ടാക്കിയപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ട്രാൻസ്പോർട്ടേഷൻ ഈസി ആവും. അപ്പോൾ ആ ഏരിയയിലുള്ള ബാക്കിയുള്ള കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസും അവിടെയുള്ള ബാക്കിയുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റും ഈ റോഡ് ഉള്ളതുകൊണ്ട് ഈസി ആയിട്ട് നടക്കും. നമ്മുടെ നാട്ടിൽ നേരെ തിരിച്ചാണ്. ആദ്യം ബിൽഡിങ്ങുകൾ പണിയും, അതിൻ്റെ ഇടയ്ക്കൂടെ റോഡ് പണിയും. അപ്പോൾ എന്താ വെച്ചാൽ റോഡിന് വലിപ്പം ഉണ്ടാവില്ല, അപ്പം ആക്സിഡൻറ്റ്സ് കൂടും. അതുപോലെ തന്നെ ക്വാളിറ്റിയുള്ള റോഡുകളില്ല. ഒരു പ്രോപ്പറായിട്ടൊരു മഴ പെയ്താൽ നാട്ടിലെ റോഡെല്ലാം ഒലിച്ചു പോകും. അപ്പം അങ്ങനത്തെ ഒരു സിസ്റ്റമാണ് നാട്ടിൽ. അപ്പോൾ എല്ലാ കാര്യങ്ങളിലും ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു മേൽനോട്ടം നാട്ടിലില്ലാത്തൊരു പ്രശ്നം ശരിക്കുമുണ്ട്. അപ്പം ഒരു പാലം പണിതാലോ ഒരു റോഡ് പണിതാലോ എന്ത് ചെയ്താലും നാട്ടിൽ അത് അഴിമതിയിൽ കൂടെ പോകുന്നത് കൊണ്ടാണ് ഈ പറയുന്ന പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഈ AI ക്യാമറാസ് വെച്ചിട്ടാണെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു അതിൻ്റെതായിട്ടുള്ള ഒരു ബെനിഫിറ്റ് ആർക്കും തന്നെ AI ക്യാമറ വെച്ചാണെങ്കിൽ പോലും ഇപ്പോൾ AI ക്യാമറ ഉള്ളതുകൊണ്ട് റോഡ് നന്നാണല്ലോ. ആദ്യം റോഡാണ് നന്നാക്കേണ്ടത്. നല്ല രീതിയിൽ റോഡ് ഡെവലപ്പ് ചെയ്തെടുത്താൽ നമുക്ക് എന്താന്ന് പറഞ്ഞാൽ അപ്പോൾ പിന്നെ AI ക്യാമറ വെക്കുന്നത് കൊണ്ട് ഒരു അർത്ഥമുണ്ട്. ഇതിപ്പം AI ക്യാമറ വെക്കും, എന്നിട്ട് കുഴിയിൽ വീണ ആളുകൾ ആക്സിഡന്റിൽ പെട്ട് മരിക്കും. അപ്പം ഇപ്പം പ്രായമുള്ള ആൾക്കാർക്ക് അവർക്കൊരു എന്താ പറയുക ബാക്ക് പെയിൻ ഒക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ ട്രാവൽ ചെയ്യാൻ വരെ ഇപ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതെ, നാട്ടിലിപ്പോൾ ട്രാവലിംഗ് എന്ന് പറയുന്നത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം നല്ലൊരു കാറ് വാങ്ങിച്ചാൽ അല്ലെങ്കിൽ ഏത് രീതിയിൽ നമ്മൾ ചിന്തിച്ചാലും ആദ്യം റോഡാണ് ഒരു നാടിൻ്റെ ബേസ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ ഇപ്പം പലരും നാട്ടിൽ പോയി കഴിഞ്ഞാൽ സംസാരിക്കുമ്പോൾ പറയും കേരളത്തിന് വെളിയിലേക്ക് പോയി കഴിഞ്ഞാൽ നല്ല റോഡുകളാണെന്ന് പറയും. അപ്പോൾ കേരളത്തിനുള്ള കാര്യങ്ങൾ തന്നെയല്ലേ തമിഴ്നാട്ടിലുള്ളത്, കേരളത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് കർണാടകയിലുള്ളത്. പക്ഷെ എന്തുകൊണ്ടാണ് തമിഴ്നാട്ടിലെ റോഡിൽ നന്നാകുന്നത്? ഇപ്പോൾ അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ വ്യക്തമായിട്ടുള്ള ഇടപെടൽ കൊണ്ടാണ് ആ സ്ഥലങ്ങളിലേക്ക് റോഡുകൾ അത്രയും നന്നാകുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ എവിടെയൊക്കെയോ കുറേ പ്രശ്നങ്ങളുണ്ട്. എത്ര നിയമം സ്ട്രോങ് ആണെന്ന് പറഞ്ഞാലും ഏത് പൊളിറ്റിക്കൽ പാർട്ടി ഭരിക്കുന്നു എന്ന് പറഞ്ഞാലും നമ്മുടെ നാട്ടിൽ പ്രോപ്പറായിട്ടുള്ളൊരു മേൽനോട്ടം റോഡ് പണിയിലില്ല, അതുപോലെ തന്നെ എഡ്യൂക്കേഷനിലില്ല, അതുപോലെ തന്നെ നമ്മുടെ വ്യവസായ മേഖല, അതായത് നമ്മുടെ നാട്ടിലൊരു നല്ലൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്താൽ പോലും അതിനെ മുമ്പോട്ട് കൊണ്ടുപോകണം എങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഫൈനാൻഷ്യൽ സപ്പോർട്ട്, ഒരു എന്താ പറയുക അതിന് മേൽനോട്ടം കൊടുക്കാൻ പറ്റുന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു സപ്പോർട്ട്, അതൊന്നും എങ്ങും ഇല്ല.
എങ്ങനെ ഒരു കമ്പനി തുടങ്ങിയാൽ പൂട്ടിക്കാം എന്നാണ് ആളുകൾ നോക്കുന്നത്. ഇപ്പോൾ ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് പണിയാണെങ്കിൽ തന്നെ നോക്കുകൂലി അത് ഇത് 100 തലവേദനയാണ്. നല്ല പണിക്കാർ പോലും നാട്ടിൽ ഒരു കാര്യത്തിനും കിട്ടാനില്ല. കാരണം നല്ല പണി അറിയാവുന്നവരൊക്കെ ഫോറിൻ രാജ്യങ്ങളിലേക്ക് പോയി. അപ്പോൾ ഇനിയെങ്കിലും നമ്മുടെ നാട്ടിലെ ഗവൺമെൻറ് പ്രോപ്പറായിട്ടുള്ളൊരു ടൗൺ പ്ലാനിങ്, അതായത് സിറ്റി പ്ലാനിങ്, നമ്മുടെ കേരളം എങ്ങനെയൊക്കെ വർക്ക് ചെയ്താൽ, ഏതൊക്കെ രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്താൽ, ഇപ്പം നമ്മൾ ദുബായ് ആക്കണ്ട, ഇപ്പം ശ്രീലങ്ക പോലുള്ള ചെറിയ ചെറിയ രാജ്യങ്ങളിൽ പോയാൽ പോലും നമ്മൾ ഇപ്പം തമിഴ്നാട് എടുത്തോ, തമിഴ്നാട്ടിൽ പോയാൽ പോലും നമുക്ക് ആ ഡിഫറൻസ് മനസ്സിലാവും. റോഡ് ഓക്കെ, സിസ്റ്റം അവിടെ പാവപ്പെട്ട ആൾക്കാരുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ അവിടെ ഡെവലപ്മെന്റ് ഭയങ്കര കൂടുതലാണ്, ജോലി സാധ്യതയുണ്ട്. ഇപ്പം നാട്ടിൽ ഒരു അത്യാവശ്യം നന്നായിട്ട് പഠിച്ച് ഇറങ്ങുന്ന ഒരാൾ, ഒരു എഡ്യൂക്കേഷൻ കിട്ടിയ ഒരാൾക്ക് നാട്ടിൽ എന്ത് ഓപ്പർച്യൂണിറ്റിയാണ് ഉള്ളത്? ഗവൺമെന്റ് ജോലി അല്ലാതെ ഒരു ഓപ്പർച്യൂണിറ്റി നാട്ടിലില്ല. അപ്പോൾ അതുകൊണ്ട് അവരെന്തായാലും തമിഴ്നാട്, കർണാടക അല്ലെങ്കിൽ ഡൽഹി, നോർത്ത് ഇന്ത്യ പോലുള്ള രാഷ്ട്രങ്ങൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇത്രയും രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യും. അപ്പോൾ ഉറപ്പായിട്ടും ഈ സ്ഥിതി തുടരുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട് ഉണ്ടാകാൻ പോകുന്നത് വലിയൊരു ഭവിഷ്യത്താണ്. അതായത് നാട് നശിക്കാനുള്ള എല്ലാ സാധ്യതയും ഈ ഒരു പോക്കിൽ കാണുന്നുണ്ട്. അപ്പോൾ 10 വർഷം കഴിഞ്ഞാൽ നാട്ടിൽ വൃദ്ധരും റോട്ടിൽ കുറേ പട്ടികളും ഒരുപാട് ദാരിദ്ര്യം പിടിച്ച ആളുകളും മാത്രമായി മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഗവൺമെൻറ് ഇനിയെങ്കിലും ഒരു നല്ല രീതിയിൽ എങ്ങനെ എന്ത് ചെയ്താലും നമുക്ക് നാട് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതിന് ആദ്യം ചെയ്യേണ്ടത് എത്രയും പെട്ടെന്ന് നല്ല റോഡുകൾ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ആ റോഡുകൾ എത്രയും പെട്ടെന്ന് അത് എക്സിക്യൂട്ട് ചെയ്ത് അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നാട്ടിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ആവും, ട്രാൻസ്പോർട്ടേഷൻ ഈസി ആവും. അപ്പോൾ തന്നെ കുറേ മാറ്റങ്ങൾ വരും. പിന്നെ അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഓരോ മേഖല, ഇപ്പം എഡ്യൂക്കേഷനിലാണെങ്കിലും വ്യവസായമാണെങ്കിലും ഏത് മേഖല എടുത്താലും അവിടെയൊക്കെ പ്രോപ്പറായിട്ടുള്ളൊരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഷെയ്ഖ് മുഹമ്മദ് എന്ന് പറയുന്ന ഒരു രാജാവിൻ്റെ കമ്പനിയാണ് ദുബായ് എന്ന് പറയുന്നത്. അപ്പോൾ പുള്ളിയാണ് CEO. അപ്പോൾ പുള്ളി തീരുമാനിക്കും ഇവിടെ എന്ത് ചെയ്യണം എന്നുള്ളത്. അപ്പം അതുകൊണ്ടാണ് ദുബായ് വളരുന്നത്. അപ്പം പ്രോപ്പറായിട്ടുള്ള ഡിസിഷൻ മേക്കറും ആ ഡിസിഷനെ പ്രോപ്പറായിട്ട് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു എന്താ പറയുക ടീമും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു രാജ്യം ഈസി ആയിട്ട് വളരും. പിന്നെ ആ പറയുന്ന ലീഡർക്ക് ഒരു വിഷൻ വേണം. ഈ രാജ്യം എങ്ങനെ വളരണം, ഈ സ്ഥലം എങ്ങനെ ഡെവലപ്പ് ചെയ്യാം. നമ്മുടെ നാട്ടിലിപ്പോൾ ഞാൻ തായ്ലൻഡിലൊക്കെ പോയപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് നമ്മുടെ നാട്ടിലും തായ്ലൻഡിൽ പോലെ തന്നെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ നാട്ടിലും ചെയ്യാൻ പറ്റും. കാരണം അത്രയും വാട്ടർ ഫ്രണ്ട് ആയിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങൾ നാട്ടിലുണ്ട്. നമ്മുടെ നാട് ഗോഡ്സ് ഓൺ കൺട്രിയാണ്, പക്ഷേ ഇപ്പോൾ ഡെവിൾസ് ഓൺ കൺട്രി എന്ന് പറയുന്ന അവസ്ഥയാണ് നാട്ടിൽ. ഒരു പെൺകുട്ടിക്ക് രാത്രി ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് നാട്ടിലുള്ളതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഈവൻ നമുക്ക് ദുബായിൽ നിന്ന് നാട്ടിൽ പോയാൽ 10 ദിവസത്തിൽ കൂടുതൽ നാട്ടിൽ നിൽക്കാൻ പറ്റില്ല. കാരണം നാട്ടിലൊന്നും ചെയ്യാനില്ല, നാട്ടിൽ സേഫ്റ്റി ഇല്ല, നാട്ടിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ ഇറങ്ങിയാൽ തന്നെ നമുക്ക് ഒരു 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 പരിധിക്കപ്പുറം നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി നാട്ടിലില്ല, നല്ല നൈറ്റ് ലൈഫ് നാട്ടിലില്ല. അപ്പം എല്ലാത്തിനും നാട്ടിൽ എന്താ പറയുക എതിർപ്പുകളും പ്രശ്നങ്ങളുമാണ്. അപ്പം നമ്മൾ ഈ പറയുന്നതെല്ലാം നാടിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടല്ല പറയുന്നത്. പക്ഷെ നാട് നന്നാവണമെന്നുണ്ടെങ്കിൽ നാട്ടിലെ ഗവൺമെൻറ് നന്നാവണം. അത് ഏത് പാർട്ടി ആയിക്കോട്ടെ, അത് ഭരിക്കുന്ന ഏത് പാർട്ടി ആയാലും നാട് നന്നാവണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ലീഡർ ഉണ്ടാവണം, നല്ലൊരു ലീഡർ വേണം. അതുപോലെ തന്നെ നല്ല ഏത് പാർട്ടി ഭരിച്ചാലും ആ പാർട്ടിക്ക് അഴിമതിയല്ല, ആ നാട് നന്നാവാൻ വേണ്ടിയിട്ട് വിദ്യാഭ്യാസമുള്ള മന്ത്രിമാർ വരണം. ആ മന്ത്രിമാർക്ക് കറപ്ഷൻ ഇല്ലാത്ത നല്ല മന്ത്രിമാർ നമ്മുടെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട് നന്നാവുന്ന ഉറപ്പാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും വർക്ക് ചെയ്യുക. അപ്പോൾ മലയാളി, ഇപ്പോൾ നമ്മളൊരു മലയാളിയാണ്, നമ്മളിപ്പോൾ വേറെ നാട്ടിലാണെങ്കിൽ പോലും നമുക്ക് മനസ്സിലാവും, ഒരു രാജ്യം വളരുന്നത് മനസ്സിലാവും. അപ്പോൾ എന്തുകൊണ്ട് നമ്മുടെ നാട് വളരുന്നില്ല എന്നുള്ള ചോദ്യമാണ് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് നമുക്ക് നല്ലൊരു വിഷൻ ഇട്ട് ആ വിഷനെ ബാക്കപ്പ് ചെയ്യാൻ നല്ലൊരു ടീം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്